നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ പല രീതിയിലുള്ള മാർഗങ്ങളാണ് തങ്ങളുടെ അധിനിവേശം സാധ്യമാക്കുവാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യപൂർവ്വ ഏഷ്യയിൽ നമുക്കറിയാം, ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ തോക്കും വാളും ഉപയോഗിച്ച് അവർ തങ്ങളുടെ അധിനിവേശം സാധ്യമാക്കുന്നു. ലെബനോൻ പോലുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവർ തങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ട അവസ്ഥ. ആ മേഖലകളിലെ പല ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളും ക്രൈസ്തവരുടെ രക്തവും കണ്ണീരും കൊണ്ട് ആ രാജ്യങ്ങളിലെ മണ്ണ് കുതിർന്നിരിക്കുകയാണ്. ഇങ്ങ് യൂറോപ്പിൽ നമുക്കറിയാം, അഭയാർത്ഥികളുടെ രൂപത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ തങ്ങളുടെ അധിനിവേശം സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മതേതര നാട് എന്നൊക്കെ നാം അഭിമാനം കൊള്ളുന്ന കേരളത്തിൽ നിശബ്ദമായിട്ടുള്ള അധിനിവേശ ശ്രമങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ചരിത്രത്തിന്റെ അപനിർമ്മിതികളിലൂടെ, ഹലാൽ പോലുള്ള ബിസിനസ് അധിനിവേശങ്ങളിലൂടെ, സമാന്തരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലൂടെ, കലയിലൂടെയും സിനിമയിലൂടെയും ക്രൈസ്തവ വിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിച്ച് ക്രൈസ്തവ തലമുറയുടെ മനസ്സിൽ സ്വന്തം വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു അപകർഷതാ ബോധം സൃഷ്ടിക്കുന്നതിലൂടെ, പ്രണയക്കണി, ലഹരിക്കണി എന്നിവയിലൂടെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പലപ്പോഴും അതിനെതിരെ ശബ്ദിക്കുന്നവരെ വർഗീയവാദി എന്ന ചാപ്പ കുത്തുവാൻ മത്സരിക്കുകയാണ് നമ്മുടെ പല മാധ്യമങ്ങളും. അതിനെതിരെ നിശബ്ദരായിട്ട് ഇരിക്കുന്നവർക്ക് മതേതരത്തിന്റെ നെറ്റിപ്പട്ടു. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിശബ്ദമായിട്ടുള്ള അധിനിവേശം. ക്രൈസ്തവർ പ്രതിരോധം തീർക്കേണ്ടത് എങ്ങനെ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സെബിൻ തുമുള്ളിൽ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ റോണി അഗസ്റ്റിൻ, യുവജന പ്രതിനിധി ശ്രീ അമൽ സിറിയക്. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സെബിൻ തുമുള്ളിൽ, നമ്മൾ ഈ ഒരു ചർച്ച അത് എടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാവുന്നതുപോലെ, ഈ കഴിഞ്ഞ ദിവസം ഈ കാന്തപുരം മുസ്ലിയാരുടെ ഒരു ആത്മകഥയിൽ ക്രൈസ്തവരുടെ ഒരു പൈതൃക വികാരമായിട്ടുള്ള ഈ പള്ളിക്കൂടം, അത് അവർ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിച്ചെടുക്കുന്ന ഒരു സമീപനം, അത് ഒരു മുസ്ലിം പാരമ്പര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ പള്ളി അല്ലെങ്കിൽ പള്ളിക്കൂടം എന്ന വാക്കുകൾ ഉത്ഭവിച്ചത് എന്നൊരു അവകാശവാദം ഈ കൂട്ടർ സൃഷ്ടിക്കുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകളെ തിരസ്കരിച്ചുകൊണ്ട്, അത് ഒന്നും ഇല്ലാതാക്കിക്കൊണ്ട്, ആ സംഭാവനകൾ നമ്മുടെ ഈ ഒരു പുതുതലമുറ പഠിക്കരുത് എന്നൊരു നിർബന്ധം ആർക്കോ ഉണ്ട്. ഈ ചരിത്രത്തിന്റെ ഈ അപനിർമ്മിതിയിലൂടെ എങ്ങനെയാണ് ഈ കൂട്ടർ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശം സാധ്യമാക്കുന്നത്? മിഡിൽ ഈസ്റ്റിൽ തോക്കും വാളുമാണെങ്കിൽ, ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ, ഇത്തരത്തിലുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു അധിനിവേശ ശ്രമങ്ങൾ അതൊരു ക്രൈസ്തവ സമുദായത്തിൽ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ് ഫാദർ സെബിൻ? കേരളത്തിൽ കുറച്ച് അധികം നാളുകളായി ഒരു സ്ലോ പോയിസൺ കണക്കെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് മേഖലയിൽ ആ പിടിമുറുക്കുന്നുണ്ട്, ഭക്ഷണ സംസ്കാരത്തിൽ അത് പിടിമുറുക്കുന്നുണ്ട്, വസ്ത്രധാരണ രീതിയിൽ പിടിമുറുക്കുന്നുണ്ട്. മറ്റ് മതസമൂഹങ്ങളുടെ വിശ്വാസത്തെ പരസ്യമായിട്ടും രഹസ്യമായും ചോദ്യം ചെയ്തുകൊണ്ട് ഇവരുടെ ഈ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു സ്ലോ പോയിസൺ ആണ്. വളരെ കുറഞ്ഞ ആളുകളിലേക്ക് എത്തി അത് കാലക്രമേണ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു സ്ലോ പോയിസൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിശ്വാസപൂർവം എന്ന പേരിൽ ഒരു ആത്മകഥ രചിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ വിശ്വാസപൂർവമാണോ അവിശ്വാസപൂർവമാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹവും ക്രൈസ്തവ സമൂഹവും പ്രത്യേകിച്ചും ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. കാരണം പള്ളികളോട് ചേർന്ന് ക്രൈസ്തവർ സ്ഥാപിച്ച പള്ളിക്കൂടങ്ങൾ, ആ പള്ളിക്കൂടങ്ങളുടെ ഉടമസ്ഥാവകാശം മുസ്ലിം സമുദായത്തിന്റെ ഉടമസ്ഥതയിലേക്ക് ചരിത്ര അപനിർമ്മിതിയിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ഇത്രമാത്രം ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ബഹുമാനിക്കുകയും നേതാവായി കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്റെ ആത്മകഥയിൽ
ഇങ്ങനെ ഒരു നുണ എഴുതി ചേർത്തത് എന്ത് അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇവിടെയുള്ള പൊതുസമൂഹം കാര്യഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചരിത്ര അപനിർമ്മിതി എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ്. ഇപ്പൊ കുറെ കാലമായിട്ട് വാര്യംകുന്നൻ ഇവിടുത്തെ ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന പല ആളുകളെയും തീവ്രവാദികളായിട്ടും അതുപോലെ വർഗീയവാദികളായിട്ടും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി മത പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഇടങ്ങളിലേക്ക് ശക്തമായിട്ട് കടന്നു കയറിയ ചരിത്ര പുരുഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ടിപ്പു സുൽത്താൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുന്തൂണായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ വളരെ പതിയെ പതിയെ ചരിത്രത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ചില അപജയങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെ തുറന്നു കാണിച്ച് തീരൂ. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനയാണ്. ഒരു കാലഘട്ടത്തിൽ ജാതി ചിന്ത നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർണന് വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്ന തിട്ടൂരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 1856 പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ഒരു സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. 1856 ബെർണഡിൻ വിച്ചനല്ലി മെത്രാൻ തന്റെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന്. അത് സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ വികാരി ജനറൽ ആയിരുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1864 കൃത്യമായിട്ടും പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചതിന്റെ ആ കൽപ്പനയുടെ കൃത്യമായിട്ടുള്ള വിവരശേഖരങ്ങൾ മാന്നാനത്ത് ഇന്നും നമുക്ക് തെളിവായിട്ടുണ്ട്. ആ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും ആ പള്ളിക്കൂടങ്ങളിലൂടെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന് മുഴുവനും വിദ്യാഭ്യാസത്തിലൂടെ ഒരു നവോത്ഥാനത്തിനുള്ള അടിത്തറയിട്ട് നൽകുകയും ചെയ്ത ഒരു സമൂഹമാണ് ഈ ക്രൈസ്തവ സമൂഹം. ആ ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭാവനകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോ ഇവിടെ ഈ ചരിത്ര അപനിർമ്മിതി രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തുടർക്കഥയായിട്ട് മാറുകയാണ്. നമ്മളുടെ പള്ളികൾ തന്നെ ഇന്ന് ചർച്ചുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അതിരൂക്ഷമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. പല മാധ്യമങ്ങളും അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മൾ ചർച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പള്ളികളുടെ ഇംഗ്ലീഷ് നാമമാണ് ചർച്ച്. സെയിന്റ് മേരീസ് ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ അതിന്റെ ആ പള്ളിയുടെ മലയാള പേര് എന്ന് പറയുന്നത് പള്ളി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈ കുറച്ചു കാലമായി മാധ്യമങ്ങൾ, പൊതുമാധ്യമ രംഗങ്ങളിൽ പോലും മലയാളത്തിൽ പോലും നമ്മുടെ പള്ളികളുടെ പേരിനെ ചർച്ച് എന്ന് എഴുതുന്ന അവസ്ഥയുണ്ടാകുന്നു. ആരുടെ അജണ്ടകൾ നടപ്പിലാക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കുമോ ഇത് ഇത്ര വലിയ ഒരു കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അപകടം. നമ്മൾ പലപ്പോഴും, ക്രൈസ്തവ സമൂഹം പലപ്പോഴും നിസാരവൽക്കരിച്ചു പോയ പലതുമാണ് ഇന്ന് നമ്മളുടെ അടിസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ന്യൂനപക്ഷ അനുപാതം, ന്യൂനപക്ഷത്തിന്റെ സ്കോളർഷിപ്പുകളുടെ അനുപാതം. എത്രയോ കാലം ഈ ഒരു വിഷയം പല ആളുകൾ പറഞ്ഞു നടന്നതിന് ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് കേസിന് പോവുകയും ഇതൊരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോഴേക്കും കാലം ഒരുപാട് കഴിഞ്ഞു പോവുകയാണ്. ന്യായം ലഭിക്കേണ്ടത് പലതും അന്യായമായി നടപ്പിലാക്കപ്പെട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടി ജാഗ്രതയോടുകൂടി നീങ്ങേണ്ട ഒരു കാലമാണ്. പള്ളിക്കൂടങ്ങളുമൊക്കെ ചരിത്ര അപനിർമ്മിതിയിലൂടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ശ്രമങ്ങൾക്ക് മേൽ നമ്മൾ ജാഗ്രത പുലർത്തിയേ തീരും. ഓക്കെ, വ്യക്തമാണ്. ഫാദർ സെബിൻ, മറ്റൊരു കാര്യം കൂടി, പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സമൂഹം ഈ നാടിന് നൽകിയ പ്രധാനപ്പെട്ട ഒരു സംഭാവന, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ മേഖലയിലും ഒക്കെ ക്രൈസ്തവർ വളരെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്.
നമുക്കറിയാം നമ്മൾ മറ്റു ചില ആസ്പെക്ട് കൂടി ചിന്തിക്കുമ്പോൾ ഒരു സൈഡിൽ ഈ സിനിമയിലൂടെ കലയിലൂടെയൊക്കെ ഈ ക്രൈസ്തവ വിശ്വാസത്തെ വൈദികരെയൊക്കെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് ഒരു സോഴ്സിൽ നിന്ന് ആ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. മറ്റൊരു സോഴ്സിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഈ ചരിത്രത്തിൽ ക്രൈസ്തവർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു പമ്പിങ് മറ്റൊരു സോഴ്സിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചെന്ന് എത്തുമ്പോൾ അത് പ്രത്യേകിച്ച് വളർന്നു വരുന്ന ക്രൈസ്തവ തലമുറയുടെ ഇടയിൽ, ഒപ്പം തന്നെ ഇതര മതവിഭാഗങ്ങളുടെയൊക്കെ ഇടയിൽ ഈ നാടിന് വേണ്ടി ഇവിടെ ക്രൈസ്തവർ ഒന്നും ചെയ്തിട്ടില്ല, ഇവരുടെ ഒരു സ്വഭാവം ഇതാണ്, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയാണ് എന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ സൃഷ്ടിക്കുക. അതായത് ഈ നാട്ടിൽ തന്നെ ഒരു രണ്ടാം കിട പൗരന്മാർ ആ ഒരു നിലവാരത്തിലേക്ക് ഈ ഒരു സമുദായത്തെ താഴ്ത്തുക എന്ന തരത്തിലുള്ള ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ടോ ഫാദർ സബിൻ? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. എവിടെയും ഒരു സമൂഹം ന്യൂനപക്ഷമായിട്ട് തീരുമ്പോൾ ആ സമൂഹത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ നൽകിയിട്ടുള്ളത്. ആ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവ സമൂഹത്തിന് ന്യൂനപക്ഷ അവകാശം പോലും കൃത്യമായിട്ട് ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിന് മുൻപിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ പശ്ചാത്തലം എടുത്താലും ഇന്ത്യയുടെ പശ്ചാത്തലം എടുത്താലും, ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രത്തിലുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെ ഈ സമൂഹം ഒരു വില കൽപ്പിക്കുന്നുണ്ട്. കേരള സമൂഹവും ഭാരത സമൂഹവും ലോകം മുഴുവനും ഈ ക്രൈസ്തവർക്ക് ഒരു വില കൽപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആരും തീവ്രവാദത്തിന് പോകുന്നില്ല, നമ്മൾ ആരും മറ്റുള്ളവരെ ആരെയും ഇകഴ്ത്തി കാണിക്കാനോ നശിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല, എല്ലാവരെയും വളർത്താൻ മാത്രമാണ് പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിന്റെ സത്യസന്ധമായിട്ടുള്ള പൊതുസമൂഹത്തിന്റെ ഈ ക്രൈസ്തവരെ കുറിച്ചുള്ള വിലയിരുത്തലുകളിൽ മങ്ങലേൽപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഈ അടുത്ത കാലങ്ങളിലായിട്ട് പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ട് ചിന്തിക്കുന്ന വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചില അപനിർമ്മിതികൾ ഉണ്ടാകുന്നത്. ഇപ്പോ സിനിമകളിൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ എതിർത്ത് സംസാരിക്കുന്ന ഒരു കാര്യമാണ് സ്വവർഗ അനുരാഗം എന്ന് പറയുന്നത്. ബൈബിളിൽ ഏറ്റവും വലിയ പാപമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ സൊദോം ഗൊമോറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വവർഗ അനുരാഗം. പക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ ഇറങ്ങുന്ന ആ സിനിമകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രൈസ്തവ കുടുംബ പശ്ചാത്തലങ്ങളെ എടുത്തു വെച്ചുകൊണ്ട്, അതും ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള കുടുംബങ്ങളാണ്. ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ക്രൈസ്തവ കുടുംബങ്ങളുടെ പ്രത്യേകത, അവര് കൃത്യമായിട്ട് ആ വിശ്വാസത്തിന്റെ നിഷ്ഠയിൽ ജീവിക്കുന്നവരാണ്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരാണ്, കൂദാശകൾ കൃത്യമായിട്ട് പരികർമ്മം സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ശക്തമായിട്ടുള്ള ക്രൈസ്തവ അടിത്തറയുള്ള കുടുംബങ്ങളെ തന്നെ എടുത്തു വെച്ച് അവര് ഇത്തരം തിന്മയിൽ വ്യാപരിക്കുന്നവരാണ് എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതിലൂടെ ഈ പുതിയ തലമുറയെ വലിയ രീതിയിൽ തെറ്റായിട്ട് സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഈ ക്രൈസ്തവരെല്ലാം, വിശ്വാസത്തിൽ ജീവിക്കുന്നവരെല്ലാവരും യഥാർത്ഥത്തിൽ കപടതയിൽ ജീവിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പലരിൽ നിന്നും കേട്ട ഒരു കാര്യം, നമ്മളുടെ പല പ്രാചീനമായിട്ടുള്ള ആശുപത്രികളും, വളരെ ഫേമസ് ആയിട്ടുള്ള ആശുപത്രികൾ, അവിടെ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് TT പോലെയുള്ള ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ചിലർ പറയുകയാണ്, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളാണ്, ഈ ഇസ്ലാമികമായിട്ടുള്ള ചില ഇടങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉടമസ്ഥർ നടത്തുന്ന ആശുപത്രികൾ ഇത്തരം സ്ഥാപനങ്ങളുടെ അടുത്ത് ഉണ്ടാവുകയും ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന്റെയും TT ബസ്സുകൾ, ടൗൺ ടു ടൗൺ ബസ്സുകളുടെയും ഒക്കെ സ്റ്റോപ്പ് ഈ പഴയ ആശുപത്രികളുടെ സ്ഥലത്തു നിന്ന് മാറ്റി ഇതേപോലെയുള്ള ഇസ്ലാമിക സമൂഹങ്ങൾ നേതൃത്വം നൽകുന്ന ആശുപത്രികളിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലതും ശ്രദ്ധിക്കാതെ പോകുന്നു. കാരണം നമ്മൾ ഒരിക്കലും നമ്മളുടെ സമുദായത്തെ മാത്രം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുകൾ, സാധാരണ ക്രൈസ്തവ സമൂഹം ഒരിക്കലും അത്തരത്തിലൊരു വർഗീയമായിട്ട് ചിന്തിക്കുന്നില്ല. മറ്റൊരു വിഷയം പറയാം. ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലും അതുപോലെ തന്നെ മുസ്ലിം സമുദായം ഭൂരിപക്ഷമായിട്ടുള്ള ഇടങ്ങളിലും കാണുന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട്. അവിടെ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ
കൃത്യമായിട്ടും ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാനുള്ള സ്ഥലം തരുന്നില്ല എങ്കിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകും. എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഒരു വശത്ത് സംഘപരിവാറിനെ നോർത്ത് ഇന്ത്യയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, സംഘപരിവാർ ക്രൈസ്തവ സ്ഥാപനങ്ങൾ തല്ലി തകർക്കുന്നു, അവിടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ വ്യക്തികൾ തന്നെ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ മതത്തിന്റെ ഒരാചാരം പൊതുവിദ്യാഭ്യാസ ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം അതിരൂക്ഷമാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്, അത് നിങ്ങൾ ചെയ്തു തരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഈ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോകും. ഒരു ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനത്തിന് ഭരണഘടന അവകാശമായിട്ട് നൽകിയിട്ടുള്ള വിശ്വാസവും ആചാരവും സംസ്കാരവും പാരമ്പര്യവും ചരിത്രവും ഭാഷയും പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യം പോലും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നടക്കുന്നില്ല. കാരണം എന്താ? കാരണം ഇതൊരു പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു വിദ്യാക്ഷേത്രമാണ്. അവിടെ എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ക്രൈസ്തവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അവിടേക്കാണ് വർഗീയ ശക്തികൾ വർഗീയ സ്വഭാവത്തോടുകൂടെ ഇത്തരം അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സംഘടിതമായിട്ടുള്ള ശ്രമമാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. ഓക്കെ, വ്യക്തമാണ്. ശ്രീ റോണി, അച്ഛൻ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ്, അതായത് ഇതൊരു സംഘടിതമായിട്ടുള്ള ഒരു ശ്രമമാണ്. നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ ചില മേഖലകളൊക്കെ കൈയെടുക്കുമ്പോൾ അവിടെ ഇതര മത വിഭാഗങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ ജസിയ പോലുള്ള വലിയ നികുതിയൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ, അതായത് പിറന്നു വീണ മണ്ണിൽ ജീവിക്കാൻ ചിലരുടെ ഒക്കെ കരുണയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെഞ്ചേണ്ട ഒരു അവസ്ഥയിലേക്ക് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾ, പ്രത്യേകിച്ച് ലെബനോൺ അങ്ങനത്തെ പല രാജ്യങ്ങളിലും, ഇറാഖിലും സിറിയയിലും ഒക്കെ നമുക്കറിയാം, കെഞ്ചേണ്ട ഒരു അവസ്ഥ അവരൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും പ്രൗഢമായ പാരമ്പര്യമുള്ള മേഖലകൾ, തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ ഇങ്ങനെ കണ്ണീരോടുകൂടി അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഈ 80-20 വിഷയം, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ക്രൈസ്തവരുടെ ചരിത്രത്തിലെ ഒരു സംഭാവനകൾ, അതായത് ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഒരു കേഴേണ്ട ഒരു അവസ്ഥ, JB കോശി കമ്മീഷന്റെ അവസ്ഥ നമുക്കറിയാം. ചരിത്രത്തിൽ ഞങ്ങളുടെ സംഭാവനകൾ ഇതൊക്കെയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ, ഈ സിനിമകളിലൂടെയൊക്കെ നടക്കുന്ന അവഹേളനങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ട ഒരു അവസ്ഥ, അതായത് സ്വന്തം പിറന്നു വീണ ഒരു മണ്ണിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കെഞ്ചേണ്ട ഒരു അവസ്ഥയിലേക്ക് ക്രൈസ്തവ സമുദായം മാറിയിരിക്കുന്നു. ഇത് സംഘടിതമായിട്ടുള്ള ശ്രമമാണ്, അച്ഛൻ പറഞ്ഞിരിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ദുരവസ്ഥയിലേക്ക് എത്തുന്നതിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ജാഗ്രത കുറവ്, ഒരു അമിതമായിട്ടുള്ള ഒരു മതേതരത്വ ചിന്തകൾ, അത് എത്രത്തോളം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീ റോണി? ഇത് തീർച്ചയായും സംഘടിതമായ ഒരു അധിനിവേശം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാംസ്കാരികമായ അധിനിവേശം എന്ന് തന്നെയാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചാവറയച്ചനെ നവോത്ഥാന നായകരിൽ നിന്ന് എന്ന ഒരു പദവിയിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ നീക്കം ചെയ്തതിനെ നമ്മൾ ആ ഒരു തലത്തിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കാന്തപുരത്തിന്റെ ഒരു വിശ്വാസപൂർവം എന്നുള്ള ഒരു പുസ്തകത്തിലെ പള്ളി എന്നുള്ള ഒരു വാക്കിനെ അവര് ഏറ്റെടുക്കുന്നത് ചാവറയച്ചനെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കിയതും ഇതെല്ലാം കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഒന്നും കൂടി എടുത്തു പറയാണ്, നമ്മൾ ഈ ഷെക്കീന ചാനലിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമായിരുന്നു. പക്ഷെ അന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കുറച്ച് വർഷങ്ങൾ കൂടി ശേഷം, ഒരു 20-30 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇത്തരമുള്ള സാംസ്കാരികമായ അധിനിവേശങ്ങളും ഏറ്റെടുക്കൽ. കാന്തപുരത്തിലൂടെ ഇത് തുടങ്ങി വെച്ചിരിക്കുകയാണ്, പരസ്യമായി പറയാൻ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ചാവറയച്ചനെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കിയത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മാത്രം ഒരു നവോത്ഥാന ചരിത്ര നിർമ്മിതിയിൽ നിന്ന് ചാവറയച്ചനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്നുള്ളത്. ഈ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നുള്ള പ്രസ്താവനയെ അത് മുസ്ലിം മത സമൂഹത്തിന്റെ ഒരു ആശയമായിട്ട് ഏറ്റെടുക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ അജണ്ട ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കൂട്ടി പറയാനുള്ളത്, ഇവിടെ നിരവധി വിഷയങ്ങളിൽ
ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ കെഞ്ചേണ്ട ആവശ്യങ്ങളിലേക്ക് വന്നു. ക്രൈസ്തവരതൊന്നും ഈ രാഷ്ട്ര നിർമ്മിതിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടോ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിലൊക്കെ ചിലരുടെ അജണ്ടകൾ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ഇപ്പോൾ വിക്കിപീഡിയയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമ്മളൊന്നും ക്രൈസ്തവരൊന്നും അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എന്താ? നമ്മൾ അങ്ങനെ ഒരു വർഗീയപരമായ ഒരു വേർതിരിവോട് കൂടിയിട്ട് ഇതിനെയൊന്നും കാണാറില്ല, പഠിപ്പിക്കാറില്ല. നമ്മുടെ കൊച്ചുകുട്ടികളെ, അടുത്ത സമുദായത്തെ, അടുത്ത തലമുറയെ നമ്മൾ അത് പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം ജനറലൈസ്, എല്ലാം പൊതുവായിട്ട് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. സമൂഹ നിർമ്മിതിക്ക് വേണ്ടി പൊതുവായിട്ട് ഇപ്പം ചാവറയച്ചൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാ നാനാജാതി മതസ്ഥരെയും താഴെത്തട്ടിലുള്ളവരെയുമാണ് സ്കൂളിൽ കൊണ്ടുവന്ന് ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയത്. അല്ലാതെ അവിടെ ക്രൈസ്തവനെ മാത്രം പഠിപ്പിക്കണമെന്നല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ സ്കൂളുകളിൽ എന്താ ചെയ്യുന്നത്? ഓരോ ബാച്ച്, ഓരോ ക്ലാസ്സുകൾ നടക്കുമ്പോഴും അതിനകത്ത് ഏറ്റവും സമൂഹത്തിൽ താഴെത്തട്ടിൽ വിദ്യാഭ്യാസപരമായി പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ ആ സ്കൂളുകൾ ആരും അറിയാതെ ഏറ്റെടുത്ത് അവരുടെ എല്ലാ ചെലവുകളും വഹിച്ചുകൊണ്ട് സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു മതപരമായ വേർതിരിവുകൾ നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ അവിടെ കൃത്യമായി അത് ഒരാൾ പോലും, ആ സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി പോലും അറിയുന്നില്ല ഇവൻ ഈ സ്കൂളിന്റെ ഫണ്ടിങ്ങോട് കൂടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത്. അവിടെ ക്രിസ്ത്യാനികളെ മാത്രമല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് പറ്റിയ ഒരു അപകടം എന്നുള്ളത്, നമ്മളിത് കൃത്യമായി ചരിത്ര രേഖകളിലൂടെ എഴുതി വെക്കുവാനോ അതിന് കൃത്യമായ പഠനങ്ങൾ വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനോ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രസംഗങ്ങളിൽ പറയുമായിരിക്കാം, അല്ലെങ്കിൽ പല നമ്മുടേതായ കമ്മ്യൂണിറ്റികളുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇത് പറയുമായിരിക്കാം, കൂടിച്ചേരലുകളിൽ പറയുമായിരിക്കാം. പക്ഷേ ഇപ്പം കാന്തപുരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്? കാന്തപുരം എഴുതിയ പുസ്തകത്തില് ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ പുസ്തകങ്ങളാണ് ചരിത്ര രേഖകളായി മാറുന്നത്. ചിലപ്പോൾ അത് പാഠപുസ്തകം പോലും ആകാനുള്ള സാധ്യതയുണ്ട്. എന്തോ? ചിലപ്പോൾ അതൊരു പാഠപുസ്തകം അല്ലെങ്കിൽ പാഠ്യവിഷയം പോലും ആകാം, സിലബസിന്റെ ഭാഗമാകാനുള്ള സാധ്യത. തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരം പുസ്തകങ്ങളിൽ നോക്കൂ, കാന്തപുരത്തെ വളരെ മഹാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിത്രീകരിക്കും. അങ്ങനെ വരുമ്പോൾ കാന്തപുരത്തിന്റെ മഹത്തായ ഒരു പുസ്തകമായിട്ട് ഇത് പഠിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് വരുന്നത്? പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് കൊണ്ടുവന്നത് ആരാണ്? ആ ഒരു സമൂഹമായിട്ട് വരും. ക്രൈസ്തവർ അവിടെ പിന്തള്ളപ്പെടും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിൽ ഒതുങ്ങി ചിന്തിച്ചിട്ടില്ല, നമ്മളിൽ ഒതുങ്ങി നമ്മൾ വളരാൻ ശ്രമിച്ചിട്ടില്ല, നമ്മളിൽ ഒതുങ്ങി നമ്മൾ സമൂഹ രാഷ്ട്ര നിർമ്മിതി എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇപ്പോഴേ രാഷ്ട്ര നിർമ്മിതിയിൽ തന്നെ പോകുകയാണെങ്കിൽ നമ്മളിൽ ഒതുങ്ങാതെ തന്നെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടതുണ്ട്. നമ്മൾ അത് രേഖപ്രകാരം രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അതിൽ നമുക്ക് പാളിച്ചകൾ വന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലകളുണ്ട്. അത്തരം വിദ്യാഭ്യാസ മേഖലകളിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി കൃത്യമായ പഠനങ്ങളും റിസർച്ചുകളും നടത്താൻ, PhDകളും നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾക്ക് പ്രചോദനം നൽകുവാനും അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുവാനും നമ്മുടെ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങണം. ഇത്തരം വിഷയങ്ങളായിരിക്കണം, അതായത് ചരിത്ര നിർമ്മിതിയിൽ ക്രൈസ്തവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണ് എന്ന് കൃത്യമായ ബോധവൽക്കരണം, അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി ചേർക്കപ്പെടുന്നതിനുള്ള രേഖകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ, പഠനങ്ങൾ, ഇത് നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. വ്യാജമായതൊന്നും നമ്മൾ സൃഷ്ടിക്കാറില്ല. അവ്യാജമായി സൃഷ്ടിക്കുന്നതിനല്ല നമ്മൾ പറയുന്നത്. കൃത്യമായ ആധികാരിക രേഖകളോടുകൂടി നമ്മുടെ സ്ഥാപനങ്ങളിലുള്ളവരെ ഇതിനുള്ള ബോധവൽക്കരണം കൊടുക്കണം. ഇനി സ്കൂളുകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ ടീച്ചേഴ്സ്, നമുക്ക് എയ്ഡഡ് മേഖലകളിൽ എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ ആ എയ്ഡഡ് മേഖലകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ജോലിയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ഉള്ള എത്ര ടീച്ചേഴ്സിനെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്? അപ്പം അവരിലൂടെ നമ്മൾക്ക് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കണം. അച്ഛൻ നേരത്തെ പറഞ്ഞു ന്യൂനപക്ഷ സ്ഥാപനങ്ങളുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അവിടെയും മറ്റു കുട്ടികളും ഉണ്ടല്ലോ എന്നുള്ള ഒരു വിഷയത്തിൽ നമ്മൾ കുറെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. പണ്ട് കുർബാന ഉണ്ടായിരുന്നു, വിശുദ്ധ കുർബാന മാസത്തിൽ ഒരിക്കൽ അല്ലെ ആഴ്ചകളിൽ ഉണ്ടായിരുന്നു, കാറ്റഗിസം പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതെല്ലാം സ്കൂൾ സിലബസിൽ നിന്ന് മാറി.
ചില സ്കൂളുകളിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നും കൂടിയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഒപ്പം ശ്രീ റോണി, അങ്ങ് പറഞ്ഞതുമായി കൂട്ടിച്ചേർക്കേണ്ട ഒരു പോയിന്റ് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ ക്രൈസ്തവ സമുദായത്തിലെ ഈ വളർന്നു വരുന്ന തലമുറ ചൂസ് ചെയ്യുന്ന ചില കരിയറുകൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരം പോളിസികൾ, അതായത് സമൂഹത്തിൽ ദൂരവ്യാപകമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഈ പോളിസി മേക്കിങ്ങിൽ നിർണായകമായിട്ട് പങ്കുവഹിക്കുന്ന നമ്മുടെ സിവിൽ സർവീസ് മേഖല, ഒപ്പം തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ മേഖല, ഒപ്പം ഈ ജുഡീഷ്യൽ മേഖല, നിയമപരമായിട്ടുള്ള മേഖല, ഒപ്പം ഈ കാലഘട്ടത്തിൽ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആകുന്ന മാധ്യമ മേഖല. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് കൂടി കൃത്യമായിട്ടുള്ള സമുദായ ബോധമുള്ള, വിശ്വാസത്തിൽ അടിത്തറയുള്ള വളർന്നു വരുന്ന ക്രൈസ്തവ തലമുറയെ അതിലേക്ക് കൂടി ഒന്ന് പറഞ്ഞു വിടുവാൻ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ചില സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ തലമുറയുടെയൊക്കെ ഒരു സ്വപ്നങ്ങൾ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, വിദേശ ജോലി എന്നതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറം ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം ആ ഒരു കരിയറിൽ മെച്ചപ്പെട്ട ഒരു മേഖലയിലേക്കൊക്കെ വരാൻ. അപ്പൊ അതുകൂടി ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ലേ അത്തരം മേഖലകളിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തുന്നതിൽ? അതുകൂടി ഇത്തരത്തിലുള്ള ഒരു അധിനിവേശ ശക്തികൾക്ക് അതൊരു സഹായകരമായിട്ടില്ലേ ശ്രീ റോണി? തീർച്ചയായിട്ടും അതുണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങ് പറഞ്ഞ ഈ പറഞ്ഞ മേഖലകളിലൊന്നും നമ്മളുടെ ശ്രദ്ധ കൃത്യമായി വന്നിരുന്നില്ല. അതിന് പ്രധാനമായ ഒരു കാരണമുണ്ടായിരുന്നു. നമ്മളുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവരുടെ ദാരിദ്ര്യമായിട്ടുള്ള ഒരു അവസ്ഥ ഉള്ളപ്പോൾ അവർ നഴ്സിംഗ് മേഖലകളിൽ, ആതുര സേവന മേഖലകളിൽ, കാരണം നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സഭയൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുള്ള വിദ്യാഭ്യാസ മേഖലയും ആതുര സേവന മേഖലകളുമായിരുന്നു. ഈ ആതുര സേവന മേഖലകളിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ പ്ലസ് ടു അന്ന് പി ഡി സി കഴിഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് മേഖലകളിലേക്ക് പോയി പെട്ടെന്ന് ജോലി ലഭിക്കുമെന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പലരും ആ മേഖലകളിലേക്ക് പോയി. കുടുംബത്തിന്റെ നിലനിൽപ്പാണ് എല്ലാവരുടെയും വിഷയം. അപ്പൊ ആ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ജോലി വേണം എന്നുള്ള ഒരു ആശയമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഴ്സിംഗ് മേഖലകളിലേക്കും അതുപോലെയുള്ള മേഖലകളിലേക്കും പോയി, അല്ലെ സ്വകാര്യ മേഖലകളിലേക്ക് പോയപ്പോൾ മറ്റൊരു വിഭാഗം എന്ത് ചെയ്തു? സക്കാത്ത് ഫൗണ്ടേഷനുകൾ പോലെയുള്ള വിവിധ സംവിധാനങ്ങളിലൂടെ അവരുടെ നല്ലൊരു എമൗണ്ട്, നല്ലൊരു പണം സിവിൽ സർവീസ് മേഖലകളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ജുഡീഷ്യറി മേഖലകളിലേക്ക് എത്തുന്നതിന് വേണ്ടി, പത്രമാധ്യമ മേഖലകളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ കുട്ടികളെ നേരത്തെ തന്നെ ട്രെയിൻ ചെയ്ത് ആ മേഖലകളിലേക്ക് എത്തിക്കുക. ഇപ്പം ഇത് ഇവരുടെ ഒരു അജണ്ട പോലെ തന്നെ ആയിരുന്നു. അതായത് കേരളത്തിലെ വിവിധ ജില്ലകളില് അവരുടെ പ്രാതിനിധ്യമുള്ള IAS IPS ഉദ്യോഗസ്ഥർ ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഇന്നലെ ഉണ്ടായിരുന്ന അവരുടെ വിഷൻ അല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു വിഷനാണ്. നമ്മൾ അതുപോലെയുള്ള ഒരു ദിശാബോധം നമ്മൾ കൊടുത്തു. കാരണം എന്തുകൊണ്ടാ? അത് നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തു, അവർ പഠിക്കട്ടെ, അവർക്ക് അവരുടേതായ മേഖലകൾ തെരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾക്ക് കേരളത്തിൽ 14 ജില്ലകളില് ഒരു 8 സ്ഥലത്ത് IAS വരണം, 10 IPS വരണം എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ജുഡീഷ്യറി മേഖലയിലേക്ക് നമ്മൾ ഒരിക്കലും കൈകടത്തണം എന്നുള്ള ചിന്ത വന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ അതൊക്കെ മറ്റൊരു മതവിഭാഗങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ന്യായമായ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ അന്യായമായി ഒന്നും വേണമെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷെ ഭരണഘടനാപരമായ നമുക്ക് കിട്ടേണ്ട ഭരണഘടനാപരമായ ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഇത്തരം ചില മതവിഭാഗങ്ങളിലൂടെ, ജുഡീഷ്യറിലൂടെ, പൊളിറ്റിക്സിലൂടെ, രാഷ്ട്രീയ അധിനിവേശത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഇത്തരം മേഖലകളിലും ജാഗരൂകരായിട്ട് ഇനിയെങ്കിലും നമ്മൾ ഒരു പടി കടന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ വരും തലമുറ നമ്മളോട് കണക്ക് ചോദിക്കുന്ന സാഹചര്യം വരും. വ്യക്തമാണ്. ശ്രീ അമൽ ശ്രീക്, പലപ്പോഴും ഈ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവർ ശബ്ദമുയർത്തുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് എതിരെ വരുന്ന അവഹേളനങ്ങൾക്കെതിരെ അവർ പ്രതിഷേധിക്കുമ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു വിമർശനങ്ങൾ വരാറുണ്ട്. ഈ കൂട്ടർ പറയുന്ന ഒരു കാര്യം, ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലേ എന്നൊക്കെ പറയുന്നത് നിസ്സാരവൽക്കരിക്കുന്നു. ഇപ്പോൾ 80-20 വിഷയത്തിൽ അങ്ങ് നടത്തിയ ധീരമായിട്ടുള്ള ഒരു പോരാട്ടം, അതിനെതിരെ ശക്തമായ വിമർശനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലരൊക്കെ പറഞ്ഞു, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ വാശി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ സമുദായത്തിന് മേലെ കുതിര കയറാൻ ചിലർ ശ്രമിച്ചു. ഒപ്പം ഈ സിനിമാ മേഖലയിലൂടെ വരുന്ന അവഹേളനങ്ങൾ, ഒരു സിനിമയിലൂടെ നിങ്ങളുടെ വിശ്വാസം ഹനിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ തീരാവുന്നതാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഈ നാർക്കോട്ടിക്സ് പോലുള്ള ഭീകര ചിന്തകൾക്കെതിരെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ പാലാ പിതാവിനെ എതിരെ കടന്നാക്രമിച്ചപ്പോൾ അതിനെയും ഈ കൂട്ടർ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം, ഈ ക്രൈസ്തവരെ യഹൂദരെയും ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശുന്ന രാഷ്ട്രീയക്കാരെ, അവരുടെ ആ ഒരു ഭീകര ചിന്തയെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം. അപ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ക്രൈസ്തവർക്കെതിരെയുള്ള ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വർദ്ധിച്ച് അവസാനം ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഒറ്റപ്പെട്ട് ഇല്ലാതാകുന്ന ഒരു സ്ഥിതി വിശേഷമാണോ സംജാതമാകുന്നത് ശ്രീ അമൽ?
തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് തന്നെയാണ് അതിന്റെ ഉത്തരവും. അതായത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഈ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന എല്ലാത്തരം പ്രവണതകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നാകട്ടെ, സാമൂഹ്യ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നാകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ സിനിമാ നടിയോ ഇങ്ങനെയുള്ള ഈ പ്രബലമായ ഒരു സാമൂഹ്യ മുഖമുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു നിസ്സാരവൽക്കരണ ഭാവത്തോടുകൂടിയാണ് ക്രൈസ്തവർക്കെതിരെയുള്ള പ്രശ്നങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗാസയിലെ ആക്രമണത്തിന് ഇവിടെ സേവ് വിളിക്കുന്ന പോലെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുമ്പം ഒരു സേവിങ്ങും ഇല്ല. അതോടൊപ്പം തന്നെ നാട്ടിലോ ഇവിടെ എന്തെങ്കിലും ക്രിസ്ത്യൻ പ്രതീകങ്ങളെയോ ഒക്കെ അവഹേളിക്കുമ്പോൾ ഒരു സേവിങ്ങും ഇല്ല. ഒരു കന്യാസ്ത്രീയെ അവഹേളിച്ച് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും ഒരു സേവിങ്ങും ഇല്ല. പക്ഷെ ഏതൊരു പെൺകുട്ടിയുടെ മുഖത്തടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നാട് മുഴുവൻ ഇളകിത്തെറിക്കുന്ന ഒരു ഭാഗത്തിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്, കന്യാസ്ത്രീ ഒരു സ്ത്രീയായിട്ട് പരിഗണിക്കുന്നില്ല, ഒരു പെൺകുട്ടിയായിട്ട് പരിഗണിക്കുന്നില്ല. അതേസമയം മറ്റു സ്ത്രീകളൊക്കെ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ആണ് എന്ന രീതിയിലേക്കാണ് പലപ്പോഴും സമൂഹം നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ മാധ്യമങ്ങൾ ചർച്ചകൾ വെക്കുന്നു, മറ്റു കാര്യങ്ങൾ വെക്കുന്നു. പക്ഷേ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിഷയങ്ങൾ എന്ന രീതിയിലേക്ക് വരുന്ന ഒരു കാര്യത്തിന് പോലും ഒരു മുഖം തരാത്ത ഒരു സമീപനമാണ് മാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയൊക്കെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ 2 ആഴ്ച മുമ്പാണ് കുറെ സിനിമാ നടന്മാരെല്ലാം കൂടെ അവിടെ നമ്മുടെ റാഫയ്ക്ക് വേണ്ടി അവിടെ നിലവിളിക്കുന്നതായിട്ട് കണ്ടത്. അതേസമയം ഇപ്പൊ ജമ്മു കാശ്മീരിൽ കുറച്ച് പേര് ഒരു തീവ്രവാദാക്രമണത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പം ആർക്കും ഒരു സേവിങ്ങും ഇല്ല, വേദനയും അവിടെ കാണുന്നില്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ അജണ്ടകൾ ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് ഇനിയെങ്കിലും സമൂഹത്തിന് വെളിവാക്കത്തക്ക വിധം ചിന്തയിൽ വരണം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അതായത് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നിസ്സാരമല്ല, പലതും അജണ്ടകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ അജണ്ടകളുടെ ഭാവത്തിൽ പ്രതികരിക്കുന്നതാണ് ഇവിടെ പല കാര്യങ്ങളും. ഒന്നും നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇത് പല അജണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക നിമിഷത്തേക്ക് ഉണ്ടാക്കുന്നതല്ല, പകരം വർഷങ്ങളോളമുള്ള ശ്രമങ്ങളുടെ അനന്തരഫലം അല്ലെങ്കിൽ റിസൾട്ടായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, നേരത്തെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ഒരു ക്രൈസ്തവ പ്രാധാന്യമുള്ള ഒരു കാര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കാര്യത്തെ ഇവിടെ നൂറിലധികം വർഷങ്ങളോളം ഇങ്ങനെ ഈ ഒരു ആശയം ഇവിടെ നിലനിൽക്കുവോളം ആ ഒരു ആശയത്തെ അപ്രതീക്ഷിതമായി തകിടം മറിക്കുന്ന രീതിയിലേക്ക് ഒരു പരമോന്നത ഒരു മതനേതാവ് എന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അവിടെ എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു ആശയത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് അത് കൃത്യവും വ്യക്തവുമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ പ്രതീകങ്ങളെയും ക്രൈസ്തവ മൂല്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിയാവുന്നവര് കൃത്യമായ അജണ്ടകളോടുകൂടെ തന്നെ സിനിമകളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് ക്രൈസ്തവ പ്രതീകങ്ങളെയും ഈ മൂല്യങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്നതും കൃത്യമായ പ്ലാനിങ് അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതിന് കൃത്യമായും വ്യക്തമായ തെളിവാണ്. ഇനി ഇച്ചിരിയുടെ കൂടുതലായിട്ട് സൂചിപ്പിക്കുക, ഇപ്പൊ ആനുകാലികമായിട്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പൊ നമ്മുടെ രാജ്യസഭയിലേക്കുള്ള ഒരു ഇലക്ഷൻ നടക്കുകയാണ്. അതായത് രാജ്യസഭ മെമ്പർമാരെ MP-മാരെ ഒക്കെ തെരഞ്ഞെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുക്കുന്നതിന്റെ അകത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മൾ കണ്ടൊരു പേരാണ് ഹാരിസ് ബിരാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് ഹാരിസ് ബിരാൻ എന്ന അഡ്വക്കേറ്റിനെ ഇപ്പൊ രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന രീതിയിലേക്ക് അങ്ങനെ ശ്രദ്ധ പറ്റിയ ഒരാളൊന്നും അല്ല ഹാരിസ് ബിരാൻ. പക്ഷെ അതേസമയം പെട്ടെന്നായിരുന്നു രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവേശനം. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്താണെന്ന് ചുമ്മാ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. അതായത് തീവ്ര മുസ്ലിം ആശയത്തോടും ഇസ്ലാമിക ആശയത്തോടും ഒക്കെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നിലപാടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഹാരിസ് ബിരാൻ. അതിന്റെ ഒരു പ്രഥമ ഉദാഹരണം ഞാൻ പറയാം. അതായത് 80:20, അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പാവപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പുകൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് അട്ടിമറിക്കാനായിട്ടൊക്കെ കേരള സർക്കാർ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് കോടിക്കണക്കിന് രൂപ ക്രൈസ്തവ സമൂഹത്തിന് നഷ്ടപ്പെട്ട ഒരു സ്കോളർഷിപ്പ് പദ്ധതി അല്ലെങ്കിൽ പദ്ധതിയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ. ആ സ്കോളർഷിപ്പിൽ വന്നൊരു അട്ടിമറിയാണ് 80:20 എന്ന അനുവാദം, ക്രിസ്ത്യാനികൾക്ക് നിഷേധിക്കപ്പെട്ടൊരു അനുവാദം. ഈ അനുവാദത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ ജസ്റ്റിൻ പള്ളിവാതിക്കലിന്റെ ആ കേസിനകത്ത് അവിടെ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ന്യൂനപക്ഷ വകുപ്പിനെതിരെയൊക്കെ ആയിട്ട് ഈ കേസ് മുന്നോട്ട് പോയപ്പോൾ അതിനകത്ത് എതിർകക്ഷിയായിട്ട് വന്ന് കയറിയ ഒരു ട്രസ്റ്റിന്റെ പേര് ഞാൻ വായിക്കാം. ആ ട്രസ്റ്റ് ഇതാണ്: മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ്. അതിന്റെ ചെയർമാൻ എന്നത് VK ബീരാൻ എന്ന ഒരു മുസ്ലിം ലീഗ് നേതാവാണ്. ആ VK ബീരാന്റെ മകനായ ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് അന്ന് ഹൈക്കോടതിയിൽ ഈ 80:20 ഈ നമ്മുടെ ഈ ഒരു വിധിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു കേസിനെതിരെ വാദിക്കുന്നത്. അതായത് മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന രീതിയിലേക്കും ക്രിസ്ത്യാനികൾക്ക് നിഷേധിക്കാം എന്ന രീതിയിലേക്കുള്ള ആ വാദമുഖങ്ങളൊക്കെ അവിടെ ഉന്നയിക്കുന്നത്. അതേസമയം ഇത് സുപ്രീം കോടതി പോയപ്പോൾ
ഇതേ ഈ ട്രസ്റ്റിന്റെ കീഴിൽ തന്നെയുള്ള ഈ നമ്മുടെ ഹാരിസ് ബിരാന്റെ നേതൃത്വത്തിലുള്ള ഈ ട്രസ്റ്റിന്റെ കീഴിൽ തന്നെ ഹാരിസ് ബിരാൻ സുപ്രീം കോടതി പോയി ക്രിസ്ത്യാനികൾക്ക് കിട്ടിയ ഈ വിധിക്കെതിരെ വാദിക്കുകയുണ്ടായി. ഈ രണ്ട് വാദത്തെയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവിടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ നമുക്കറിയാം ഈ ഒരു ട്രസ്റ്റിന്റെ ബാക്കിയുള്ള കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ST/ST റിസർവേഷൻ, അതായത് SC/ST സംവരണം കിട്ടുന്ന വിഭാഗങ്ങൾക്ക് തുല്യമായ രീതിയിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദവുമായിട്ട് പോയൊരു ട്രസ്റ്റും ആ വാദിച്ച വക്കീലുമാണ് ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ. അതായത് നമ്മുടെ ഭരണഘടനയിൽ SC/ST വിഭാഗത്തിനാണ് മുഖ്യ പരിഗണനയിൽ റിസർവേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ റിസർവേഷൻ തന്നെ ഒരു മതത്തിന് നൽകണമെന്ന രീതിയിലേക്കുള്ള വാദവുമായിട്ട് പോയവരാണ് ഈ ഒരു വക്കീൽ എന്ന് പറയുന്നത്. ഈ വക്കീലും ഈ വക്കീലിനെ തന്നെ ട്രസ്റ്റും. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ട്, സിദ്ദിഖ് കാപ്പന് വേണ്ടി വാദിക്കുന്നുണ്ട്, മദനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, അഖില വിഷയം, അതായത് ഹാദിയക്ക് വേണ്ടി അവിടെ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു തീവ്ര ഇസ്ലാമിക അജണ്ടകൾക്ക് വേണ്ടി അവിടെ നിലകൊള്ളുന്ന ഒരു നിലപാട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായിട്ട് കേരളത്തിലുള്ള നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതായത് മുസ്ലിം ലീഗ് തങ്ങളുടെ മതേതര ഒരു മുഖം അവിടെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് തീവ്ര ഇസ്ലാമിക അജണ്ടകൾ അല്ലെങ്കിൽ അതിന്റെ മുഖം പൊതുസമൂഹത്തിലേക്ക് തുറന്നു കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വാദമുഖമാണ് ഈ രാജ്യസഭ MP സ്ഥാനത്തിലെ നോമിനേഷൻ എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇത്രയും കാലവും അണിഞ്ഞിരുന്ന മുഖംമൂടി തൽക്കാലം പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഭാവത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് അവിടെ ക്രൈസ്തവ ദേവാലയമായ ഹാഗിയ സോഫിയ ഒരു മുസ്ലിം മോസ്കാക്കി മാറ്റിയ സമയത്ത് അതിനെ പ്രശംസിച്ചുകൊണ്ടും സന്തോഷത്തിൽ അവിടെ ലേഖനമൊക്കെ എഴുതുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇന്ന് വരെ അദ്ദേഹം അതിനെ തള്ളിക്കളയാനായിട്ടോ അല്ലെങ്കിൽ അതിനെ സംസ്കരിക്കാനായിട്ടോ ആ ഒരു പ്രസ്താവന നീക്കാനായിട്ടോ ഒന്നും തന്നെ പുള്ളി അവിടെ മുതിർന്നിട്ടുമില്ല. ഒരു നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എവിടെയാണ് UDFന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാടെടുക്കുന്നത്? മതേതര നിലപാടാണോ, മതത്തിലുള്ള നിലപാടാണോ എടുക്കുന്നുള്ളത് അവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള നമ്മുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കോൺഗ്രസിന്റെയും കൂടെയും കേരള കോൺഗ്രസിന്റെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഘടകകക്ഷി ഇത്രമാത്രം തീവ്ര ഇസ്ലാമിക നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തിരുത്താനായിട്ട് ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ അത് വരും കാലങ്ങളിൽ വലിയ ദോഷം ചെയ്തേക്കാം എന്നുള്ള സൂചനയാണ് നമുക്ക് അവിടെ തരാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാം, നമ്മുടെ ഈശോയുടെ, അതായത് സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സമയത്ത് ഈശോയുടെ മുഖത്തില് സുരേഷ് ഗോപിയുടെ മുഖം ചേർത്തുകൊണ്ട് ഒരു അസീസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇറക്കുന്നു. അതിന്റെ പുറമെ തന്നെ റെജി ലൂക്കോസും ആ പോസ്റ്റർ കയറ്റി ആ പടം ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ പോസ്റ്ററൊക്കെ ഇറക്കുന്നു. അങ്ങനെ വ്യാപകമായിട്ട് അതിനെ ഷെയർ ചെയ്തുകൊണ്ട് ഇതെല്ലാം നിസ്സാരമാണെന്നാണ് അവരെല്ലാം വാദമുഖത്തിൽ പറയുന്നത്. അതായത് ഇതൊക്കെ നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുള്ള കാര്യമുള്ള ഇതൊക്കെ ഒരു ട്രോള് പോലെയാണ് കാണുന്നത്, നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇതൊന്നും അത്ര പ്രശ്നമുള്ളതൊന്നും അല്ല. കാര്യം ഇത്ര ഉള്ളായിരുന്നു. കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യാനികൾ ഇത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെ വരുന്ന വിഷയങ്ങളെയൊക്കെ അത്ര വലിയ അജണ്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വലിയ വിഷയങ്ങളുടെ ഭാഗമായിട്ടോ ഒന്നും തന്നെ സംസാരിക്കുന്നതല്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധാരണക്കാരന്റെ ചിന്താഗതിയിലാണ് ക്രിസ്ത്യാനികൾ പോയിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്താണ് ഇതിന്റെ അജണ്ടകളെ പറ്റി മനസ്സിലാക്കുന്നത്. മറ്റൊരു വശം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീയാമൽ. നമുക്കറിയാം, ഈ ഫ്രാൻസിലെ ഈ കാർട്ടൂണായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം, അതിനെ തുടർന്ന് ആ മാധ്യമ സ്ഥാപനത്തിൽ നടന്ന ഒരു തീവ്രവാദ ആക്രമണം, ആ സമയത്ത് അതൊന്നും അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധകമല്ല, ട്രോള് ബാധകമല്ല, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങൾ ഒന്നും ബാധകമല്ല. ഈ ക്രൈസ്തവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊരു ട്രോളാണ് അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ എടുക്കണ്ടേ എന്നൊക്കെയുള്ള രീതിയിലുള്ള വാദഗതികൾ. തുടർന്നോളൂ. ഇതിനകത്ത് നമുക്ക് കാണാം, ഇപ്പം ഈ ഫ്രാൻസിലെ വിഷയത്തില് അതിനെ പ്രതികരിക്കണം, അതിനെ എതിർക്കണം എന്ന് പറയുന്നവരായിരിക്കും ചിലപ്പം ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ ഇതൊക്കെ ട്രോളാണ്, ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന കാര്യമാണ്, ഇന്ന് വിഷയമാക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പൊ അതാണ് അതിനകത്തെ മറ്റൊരു തലവും കൂടെ. ഇനി മാത്രമല്ല, ഇപ്പൊ ഈ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ, നമ്മുടെ എക്സിൽ, അതായത് ട്വിറ്ററിന്റെ ഇപ്പം പുതിയ രൂപമായ എക്സിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു പടമുണ്ട്. അതായത് ഒരു ഹമാസ് നേതാവിന്റെ വാസസ്ഥലത്തു നിന്നും കിട്ടിയ ഒരു പടമാണ്. ആ ചിത്രം ഞാൻ കാണിക്കാം. ആ ചിത്രം ഇതാണ്. എല്ലാവരുടെയും കാഴ്ചയിലേക്ക് അത് പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ചിത്രം ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ചിത്രത്തില് ഒരു പർട്ടിക്കുലർ ദേശത്തിന്, ഒരു സ്ഥലത്തിന്റെ മേളിൽ ഒരു ഗ്ലോബാണ്. ആ ഗ്ലോബിന് മേളിൽ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ മേളിൽ ഒരു കൊടി നാട്ടിയിരിക്കുകയാണ്. ഈ പ്രദേശം ഏതാണെന്നുള്ളത് മാപ്പി നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത് ഇറ്റലിയാണ്. അതായത് ഹമാസ് നേതാവിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തൊരു ചിത്രമാണ്. അദ്ദേഹം അവിടെ നിന്ന് വന്നൊരു ചിത്രമാണ്. ആ ചിത്രത്തിലുള്ളതാണ് ഇറ്റലി എന്ന് പറയുന്നൊരു രാജ്യത്ത് കൃത്യമായും
വത്തിക്കാൻ സിറ്റി, അതായത് കൃത്യമായി വത്തിക്കാൻ സിറ്റി കിടക്കുന്നതിന്റെ കൃത്യം തലയിലാണ് ഈ കൊടി വന്ന് കൊടി നാട്ടിയിരിക്കുന്നത്. വെച്ചിരിക്കുന്നത്. ഓക്കെ. ആ കൊടി നാട്ടിരിക്കുന്നത് മാത്രമല്ല, ആ കൊടിയുടെ താഴെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുവാണെങ്കിൽ ഒരു കാര്യം കാണാൻ സാധിക്കും, കുറച്ച് തൂണുകൾ കാണാൻ സാധിക്കാൻ. അതായത് വത്തിക്കാനിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൂണുകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ തൂണുകൾക്ക് മേളില് അവിടെ ഇസ്ലാമിക കൊടി കൊണ്ട് നാട്ടിരിക്കുകയാണ്. അതായത് തീവ്ര ഇസ്ലാമിക ആ കൊടി കൊണ്ട് നാട്ടിരിക്കുകയാണ്. ഓക്കെ. മാത്രമല്ല മറ്റൊന്നും കൂടെ ശ്രദ്ധിക്കുക, ഈ കൊടി നാട്ടിയിരിക്കുന്നതിന് അവിടുന്ന് ചോര ഒഴുകുന്നതായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ചിത്രീകരണം വരുന്നത്. അതായത് ഈ ഒരു ഇസ്ലാമിക തീവ്ര സംഘടനകളിലെയൊക്കെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നതാണ് കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റിയുടെ മേളിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മേളിൽ അവരെ കൊടി നാട്ടുക മാത്രമല്ല, അവർ കൊടി നാട്ടാൻ പോകുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെ ആയിരിക്കത്തില്ല. പകരം നെഞ്ചത്ത് കത്തി ഇറക്കി ചോര പുറത്തേക്ക് വിട്ട് അല്ലെങ്കിൽ ചോര ഒഴുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണതയിലെ പ്രവൃത്തിയിലൂടെ ആയിരിക്കും ഞങ്ങളെ ഈ റോമൊക്കെ കീഴടക്കുക എന്നുള്ളൊരു എന്താ ഓക്കെ. ഒരു അതിനകത്ത് പറയുന്ന ഒരു ആശയം ഇതാണ്, അതായത് വി വിൽ കോൺക്വർ റോം ജസ്റ്റ് ലൈക്ക് വി കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. അത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതുപോലെ റോം കീഴടക്കുക. അതാണ് ആത്യന്തികമായിട്ടുള്ള ഈ കൂട്ടരുടെ ഒരു അജണ്ട, അല്ലെ? തീർച്ചയായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ട്. അതായത് ഈ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വാസ്കോ ഡ ഗാമയാണ് ആദ്യമായിട്ട് കേരളം കണ്ടുപിടിച്ചെന്നൊക്കെ. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല, വാസ്കോ ഡ ഗാമയ്ക്കും വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ കേരളവുമായിട്ട് അവിടുന്ന് വ്യാപാരബന്ധം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വാസ്കോ ഡ ഗാമ കേരളം കണ്ടുപിടിച്ചതെന്നുള്ള ഒരു പ്രസക്തിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. കാര്യം വാസ്കോ ഡ ഗാമ കേരളം കണ്ടുപിടിക്കാനായിട്ട് നടന്നതും ഈ കൊളംബസ് പോയി അമേരിക്ക കണ്ടുപിടിച്ചതിനെല്ലാം പ്രധാന കാരണം ഈ പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിള് ആ ഇസ്ലാമിക ആ ഒരു എന്നാ നേതൃത്വവും നേതാക്കളും എല്ലാം കീഴടക്കിയതിന്റെ ഭാഗമായിട്ട് അവിടെ ഇസ്താംബുളിലാക്കി അതുവഴിയുള്ള കച്ചവട ആ വരികളും അല്ലെങ്കിൽ ആ വഴികളെല്ലാം അടച്ചതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അമേരിക്ക കണ്ടുപിടിക്കേണ്ട സാഹചര്യം, ഇന്ത്യ കണ്ടുപിടിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആ ചരിത്രം പലപ്പോഴും നമ്മുടെ പാഠപുസ്തകത്തിലൊന്നും ഇല്ല. പക്ഷെ അതേസമയം നമ്മൾ മറച്ചു കെട്ടി പറയും ഇതുപോലെ നമ്മുടെ വാസ്കോ ഡ ഗാമയാണ് ആദ്യം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ രീതിയിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ എന്താണ് ഇതിന്റെ കാരണങ്ങളിലേക്കോ അല്ലെങ്കിൽ ചരിത്രത്തിലേക്കോ പലപ്പോഴും നമ്മുടെ പോകുന്നില്ല. പാഠപുസ്തകങ്ങളോ നമ്മുടെ അധികാരികളോ തിരിയുന്നില്ല. ഇവിടെയൊക്കെ പല പ്രതീക്ഷകൾ നമുക്ക് നൽകുന്ന കുറെ കാര്യങ്ങളാണ്. ഈ ചില ആൾക്കാരൊക്കെ നമ്മുടെ രാഷ്ട്രീയ ഇതിലേക്ക് വന്ന് ഞാനൊരു ക്രിസ്തുമത അനുയായിയാണെന്നും ഒരു സീറോ മലബാറുകാരനാണ് എന്നും അതേസമയം തന്നെ ഞാൻ എല്ലാവരെയാണ് ഓക്കെ. സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ജോർജ് യെസ്. കുര്യനൊക്കെ നമ്മുടെ അതെ. ലോക്സഭ എം പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹമോ ഒന്നും ഒരു തരത്തിലും എനിക്ക് അറിയത്തില്ല ജോർജ് കുര്യനെ എവിടെയെങ്കിലുമൊക്കെ പിന്തുണച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വളർത്തിയിട്ടുണ്ടെന്നോ അറിയത്തില്ല. പക്ഷെ അതേസമയം അങ്ങനെ എല്ലാ തന്നെ രീതി വരുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ ക്രിസ്ത്യാനിയാണെന്നും ക്രൈസ്തവർക്ക് യെസ്. വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ ഓക്കെ. നിൽക്കുന്നൊക്കെ. ഓക്കെ. ഇതേസമയം നമ്മുടെ ബാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. എല്ലാവരും ശരിക്കും പറഞ്ഞ ആ രീതിയിൽ തന്നെ മുന്നോട്ട് വരണമെന്നുള്ളതാണ് യെസ്. യെസ്. എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് എവിടെയായിരുന്നാലും ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റു പറയാനായിട്ടും അതേസമയം എല്ലായിടത്തും ന്യായവും നീതിയും ഒക്കെ ഉറപ്പാക്കുന്ന രീതിയിലേക്ക് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ പോകാനായിട്ട്. അത് മറ്റു മതസ്ഥരാണെങ്കിലും അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം സുന്ദരമായിട്ട് പോകും. ഓക്കെ. ഇതേസമയം ഇവിടെ നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചില പാർട്ടിയിൽ നിന്നും വരുന്ന ചില മതസ്ഥരൊക്കെ ഞങ്ങളുടെ മതത്തെയാണ് ഞങ്ങൾക്ക് മുഖ്യം എന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ഇറക്കുകയും അതിനുവേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നടപ്പിലാകുന്ന ഈ വേർതിരിവുകളും അനിശ്ചിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം. ഓക്കെ. അതേസമയം എല്ലാവരും ഒരുപോലെ തന്നെ എല്ലാ മതത്തെയും കാണുകയും എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾക്ക് അവിടെ സാധ്യതയില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു ആശയം കൃത്യമായി തരുന്ന ഒരു മതവിഭാഗമാണ് ശരിയായ ക്രൈസ്തവ സമൂഹം. പക്ഷെ ഓക്കെ. ഇതിലുപരിയായിട്ട് പ്രവർത്തിക്കുന്നതിനെ നമുക്ക് ചോദ്യം ചെയ്യാനാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ തന്നെ അതിലെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയൊരു അപകടങ്ങളിലേക്കാണ് ഇതെല്ലാം ഓക്കെ. നയിക്കപ്പെടുക. യെസ്, വളരെ വ്യക്തമാണ്. കൃത്യമായിട്ട് തന്നെ അമൽ അതിൻ്റെ ഒരു അപകടവും ഒപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട മേഖലകളെ പറ്റി അമൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഫാദർ സെബിൻ, നമ്മൾ ഈ അധിനിവേശ ശ്രമങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും അത്ര പ്രാധാന്യത്തോടെ പലരും ചിന്തിക്കാത്ത ഒരു മേഖലയാണ് ഈ ബിസിനസ് മേഖല. നമ്മളൊരു സർവേ ഒക്കെ നമ്മുടെ രൂപതകളിലും ഇടവുകളിലും ഒക്കെ നടത്തുകയാണെങ്കിൽ ഈ ഒരു തലമുറ ഇപ്പോൾ ഈ നമ്മുടെ നാടുകളിലൊക്കെ ഈ ചെറുകിട കച്ചവടം, ഞാൻ വലിയൊരു ബിഗ് ബിസിനസ് ആൾക്കാരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചെറുകിട കച്ചവടങ്ങൾ, അതായത് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറുകിട കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രൈസ്തവരുടെ അടുത്ത തലമുറയൊക്കെ വിദേശങ്ങളിലാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങളിലൊക്കെ പിന്നീടുള്ള ഒരു അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ മേഖലകളിലേക്ക് ഈ ഇത്തരക്കാർ അധിനിവേശം നടത്തുന്നു, ഹലാൽ പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം.
മറുവശം കൂടി ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഒക്കെ കച്ചവട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ആ മേഖലയിലെ ഒരു സാമൂഹ്യ ഘടനയിൽ ഒക്കെ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. നമുക്ക് ഒരു തരത്തിൽ പറയാം, ഈ ഗ്രാമീണ മേഖലകളിലെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ഈ കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ, അവിടെ നടക്കുന്ന വർത്തമാനങ്ങൾ, അപ്പോൾ ആ ഒരു നാടിൻ്റെയൊക്കെ ഒരു പോളിസി മേക്കിംഗ് അല്ലെ ഒരു ചിന്തകളെയൊക്കെ ആ വർത്തമാനങ്ങളും ആ ചർച്ചകളും ഒക്കെ വളരെയധികം സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ബിസിനസ് മേഖലകളിൽ നിന്നും നമ്മുടെ ഈ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ പിന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവർ ഇല്ലാതായി പോകുന്നത്, അവർ ആ മേഖലകളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്, അത് ചെലുത്തുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ്? ഞാൻ ഒരു ഇമ്പാക്റ്റ് ഒന്ന് ചൂണ്ടിക്കാൻ, പ്രത്യേകിച്ച് ഭാവിയിൽ ഒരു ഹലാൽ രഹിത ഒരു ഉൽപ്പന്നം മേടിക്കണമെന്നൊരു ക്രിസ്ത്യാനി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനത് ആകാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് വളരെയധികം ഒരു ഭീകരം തന്നെയല്ലേ ഫാദർ സെബിൻ? സാംസ്കാരിക അധിനിവേശം അതിഭീകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവാണ് ഈ ബിസിനസ് മേഖല. അതിന് ക്രൈസ്തവരുടെ ബിസിനസ് മേഖല തകരുന്നതിന്റെ ഒരു കാരണം അതൊരു ഇന്റേണൽ ആയിട്ടുള്ള വിഷയമാണ്. വലിയ പ്രമുഖരായിട്ടുള്ള കച്ചവടക്കാരുടെ മക്കൾ, പുതിയ തലമുറയിലുള്ളവർ ബിസിനസ് മേഖലയിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല. കാരണം അതിനൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ, ആൺകുട്ടികളെ പോലും ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള ജ്ഞാനം അവർക്ക് കുറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുക. അതേസമയം നമ്മളിപ്പോൾ നമ്മുടെ ഈ ചുറ്റുമുള്ള ഈ ഇസ്ലാമിക മതസ്ഥരായിട്ടുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞാൽ, ഒരു അവധിക്കാലം തുടങ്ങിക്കഴിയുമ്പോൾ അവര് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവര് ചെറിയൊരു മിഠായി പാത്രവും ഒരു ഭരണിയൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് അവരവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങുകയാണ്. അവർ കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുകയാണ്. ചില സോഷ്യൽ മീഡിയയിലൊക്കെ, ഫേസ്ബുക്കിലൊക്കെ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത്തരത്തിൽ വൈറലായിട്ടുള്ള ചില ആളുകളെ നമ്മൾ കാണുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള പോരായ്മകൾ എന്താണെന്ന് കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് പരിഹരിക്കണം. നമ്മുടെ ആൺകുട്ടികളെ ആൺകുട്ടികളായിട്ട് വളർത്തുകയും പെൺകുട്ടികൾക്ക് അവരെ പെൺകുട്ടികളാണെന്നുള്ള ബോധ്യത്തിൽ അവരെ വളർത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു വശത്ത് നൽകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആൺകുട്ടികളെ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ കൂടി വരികയാണ്. അതിൽ മാതാപിതാക്കൾ ഭയക്കുന്നത് ഒരുപക്ഷെ ഇതുപോലെയുള്ള മയക്കുമരുന്നും ചീത്ത കൂട്ടുകെട്ടുകളും എന്നൊക്കെയുള്ള ആശയങ്ങളാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കളിക്കളത്തിൽ കുട്ടികൾ ഇറങ്ങി കളിക്കുമ്പോഴാണ് അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ആ വഴക്കുണ്ടാകുമ്പോഴാണ് അതിലൊരു നേതാവ് ഉണ്ടാവുകയും ആ നേതാവ് ആ വഴക്ക് പരിഹരിച്ച് അംഗീകാരം നേടിയെടുക്കുന്നവനായിട്ട് തീരുകയും ചെയ്യുന്നത്. ഇത് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു അറിവാണ്. നമ്മുടെ എത്ര കുട്ടികൾക്ക്, ഒരു 10ൽ പഠിക്കുന്ന കുട്ടികളെ എടുത്താൽ പോലും ടൗണിലൊക്കെ ഉള്ള എത്ര കുട്ടികൾക്ക് സ്വന്തമായിട്ട് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ അറിയാം എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനി പുറത്തുള്ളത് പറയാം. പുറത്തുള്ളത് നമ്മുടെ പള്ളികളിൽ നമ്മുടെ ഏതെങ്കിലും കമ്മിറ്റികളിൽ നമ്മൾ തീരുമാനം എടുക്കുമോ? നമ്മുടെ ഒരു പുതിയ കച്ചവടം ഇവിടെ തുടങ്ങുന്നുണ്ട്, നമ്മുടെ ഒരാൾ കച്ചവടം തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങളെല്ലാവരും ഇവിടെ മാത്രം ഈ സാധനം മേടിക്കാൻ പോകാൻ പാടുള്ളൂ. ഞാൻ വളരെ കൃത്യമായിട്ടും ഇവിടെ കച്ചവടം ചെയ്യുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, വളരെ പച്ചയ്ക്ക് ഈ ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരാള് ഒരു കട നടത്തുമ്പോൾ ആ കടയുടെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ കൂടെയുള്ള ആളുകളോട് പറയാണ്, ഇത് ഞമ്മന്റെ ആളുടെ കടയല്ല, അതുകൊണ്ട് ഇവിടെ നിന്നല്ല, നീ നമ്മുടെ ആളുകളുടെ കട എവിടെയുണ്ട് അവിടെ പോയിട്ട് സാധനം മേടിക്കുക. എത്ര ഭീകരമാണ്! പുറമേ നിന്ന് പറയുമ്പോൾ സമാധാനപ്രിയരും മതസൗഹാർദ്ദത്തിന്റെയും വിശാലമായിട്ടുള്ള മനസ്സിന്റെയും മതേതരത്വത്തിന്റെയും ഒക്കെ വക്താക്കൾ, പ്രയോക്താക്കൾ അവരുടെ ആത്മീയ മേഖലകളിൽ നിന്ന്, അവരുടെ കൂട്ടായ്മകളിൽ നിന്ന് അവർ ഇപ്രകാരം ഒരു ചിന്തയുമായിട്ടാണ് ആളുകളെ പറഞ്ഞു വിടുന്നത്, സംഘടിതമായിട്ട്. അപ്പോ ഒരു കട പുതിയതായിട്ട് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ആ കട ഒരു അന്യമതസ്ഥന്റേതാണെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാതിരിക്കാൻ പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? മറ്റു മതസ്ഥരാരും ഇത്തരത്തിലൊരു അജണ്ടയോട് കൂടി പ്രവർത്തിക്കാത്തതുകൊണ്ട് മറ്റു മതസ്ഥർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലാ കടകളിലും കയറി സാധനങ്ങൾ മേടിക്കും. അപ്പൊ കച്ചവടം മുന്നോട്ട് പോകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കോഴിക്കോട് ഉള്ള ഒരു കച്ചവടക്കാരനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടം മുഴുവൻ ഇല്ലാതായി, അദ്ദേഹം കടക്കെണിയിലായി.
അച്ഛാ സഹായിക്കാൻ എന്താണ് വഴിയുള്ളത്, ആരെങ്കിലും എന്നെ സഹായിക്കാൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ഇതുപോലെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രൈസ്തവ കച്ചവടക്കാരാണ് ഇവിടെ സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളുടെ പേരിൽ ഇവർക്ക് കച്ചവടങ്ങൾ പൂട്ടിപ്പോകേണ്ടി വരുന്നത്. ഇനി നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകളുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയിലേക്ക് എടുക്കാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം, നമുക്ക് എത്രയോ പള്ളികളും എത്രയോ സ്കൂളുകളും ഉണ്ട്. ഈ സ്കൂളുകളിലൊക്കെ പള്ളികളിലുമൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ടൂർ നടക്കും, ടൂറിന് പോകും. ഈ ഇവിടെ സംഭവിക്കുന്ന പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം, ഈ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ്, ക്രൈസ്തവരായിട്ടുള്ള ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ്, അവര് കടമെടുത്ത് ഒരു വണ്ടിയോ രണ്ട് വണ്ടിയോ ഒക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. അവരെന്നിട്ട് അതിന് കൃത്യമായിട്ട് ഓരോ മാസവും ലോണിന്റെ ഗഡുക്കൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവര് ഒരു 10,000 രൂപയാണ് അവര് പറയുന്നത് എങ്കിൽ, ഈ സ്കൂളിലേക്ക് ഇത് തീരുമാനം ഉറപ്പിക്കുന്നതിന് മുൻപ് കൊട്ടേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ തീരുമാനം ഉറപ്പിക്കുന്നതിന്റെ ഒരു 2 ദിവസം കഴിയുമ്പോൾ വേറെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് പറയുകയാണ്, അവരെത്രയാ പറഞ്ഞത്? 10,000. ഓക്കെ, ഞങ്ങൾ എന്നാൽ 8,000-ന് ഈ വണ്ടി വിട്ടുതരാം. സ്വാഭാവികമായിട്ടും 2,000 രൂപ കുറയുന്നു എന്ന് കണ്ട് ഈ വാഹനം ഈ ക്രൈസ്തവരായിട്ടുള്ള വ്യക്തിയെ ഉപേക്ഷിച്ച് ഈ 2,000 രൂപ കുറവ് കാണുമ്പോൾ മറ്റൊരാളുടെ പിന്നാലെ പോവുകയാണ്. അപ്പൊ സംഭവിക്കുന്ന എന്താ? ഈ വ്യക്തി വലിയ ലാഭമൊന്നും എടുക്കാതെയാണ് ഈ ക്രിസ്ത്യാനി തന്റെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അവസാനം കച്ചവടം കിട്ടാതെ, ഓട്ടം കിട്ടാതെ ഈ വ്യക്തിക്ക് അവസാനം അദ്ദേഹത്തിന്റെ വണ്ടി വിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുക. കാരണം ലോൺ അടയ്ക്കാൻ കാശില്ല. അപ്പോ എന്ത് സംഭവിക്കുന്നു? ഇത് വിറ്റ് കഴിയുമ്പോൾ ആ പ്രദേശത്ത് ഒരു മൊണോപ്പോളി ആരുടെ കയ്യിലാവുകയാണ്? മൊണോപ്പോളി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലാകുന്നു. പിന്നീട് അവര് തീരുമാനിക്കുന്നതാണ് റേറ്റ്. ആ റേറ്റിന് നമ്മൾ നിന്ന് കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ്. ഇത് തന്നെയല്ലേ കേരളത്തിലെ ഭക്ഷണ മേഖലയിൽ എടുത്താൽ എത്ര ഹൈന്ദവരും എത്ര ക്രിസ്ത്യാനികളും നടത്തുന്ന ഹോട്ടലുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. ഈ എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ, അതല്ലെങ്കിൽ പാലായിലേക്കോ ചങ്ങനാശ്ശേരിയിലേക്കോ പോകുമ്പോൾ ഹൈവേകളിൽ നമ്മൾ കാണുന്ന ഹോട്ടലുകളിൽ എത്ര എണ്ണം ഈ മുസ്ലിം അല്ലാത്ത ഇതര മതസ്ഥരുടേതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ മറ്റു മതസമൂഹങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കാതെ പോകുന്നത്? അതിനൊക്കെ കാരണം സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം, അതായത് പിന്നോട്ട് വലിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞു നമ്മുടെ കുട്ടികളൊക്കെ IAS, സിവിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണം, PSC പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പരിശ്രമിക്കണം. തീർച്ചയായും ഞാൻ അതിനോട് 100% യോജിക്കുന്നു. ഇപ്പോ 10% സാമ്പത്തിക സംവരണം 2019 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ, NDA സർക്കാർ നടപ്പിലാക്കിയിട്ടുമുണ്ട്. അതിനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം. ഭരണഘടനാപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനമാണത് 10% സംവരണം എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല, ഈ സംവരണരഹിതരായിട്ടുള്ള സമൂഹങ്ങളും OBC വിഭാഗങ്ങളെയും ഒരുപോലെ ഭരണഘടനാ വിരുദ്ധമായിട്ട് രാഷ്ട്രീയ ചേരികളുടെ സഹകരണത്തോടു കൂടി ഈ തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാം അധിനിവേശം ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള 12% മതസംവരണം, ഈ മതസംവരണം കിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ 12% മതസംവരണം മുസ്ലിം സമുദായത്തിലെ ആർക്കും കിട്ടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും 100 വേക്കൻസി ഉണ്ട് എങ്കിൽ 12 വേക്കൻസി ഉറപ്പായിട്ടും മുസ്ലിം സമുദായത്തിലെ ആളുകളിൽ ഫില്ലായി പോകും. അത് കഴിഞ്ഞിട്ട് പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓപ്പൺ കോട്ടയിൽ മെറിറ്റ് അടിസ്ഥാനത്തിലും ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് പ്രവേശിക്കാനുള്ള അവസരം നിലനിൽക്കുകയാണ്. അവർ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 100 വേക്കൻസി വരുന്ന ഒരു PSC പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20 പേർക്കെങ്കിലും, അതല്ലെങ്കിൽ ഒരു 15 പേർക്കെങ്കിലും ഉറപ്പായിട്ടും PSC പോലെയുള്ള പരീക്ഷകളിൽ പ്രവേശിക്കാൻ അവസരം കിട്ടുകയാണ്. നേരെ മറിച്ച് മറ്റ് മത, ജാതി, വർണ്ണ വിഭാഗങ്ങളുടെ സ്ഥിതി എന്താണ്? അവർക്ക് ഇത്രമാത്രം സംവരണം എവിടെയാണുള്ളത്? 12% മതസംവരണം ഒരു വിഭാഗത്തിന് കിട്ടുമ്പോൾ ഹൈന്ദവ സമൂഹത്തിലെ എത്രയോ ജാതി വിഭാഗങ്ങൾ, 100-ലധികം വരുന്ന ജാതി വിഭാഗങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള സംവരണ ആനുകൂല്യങ്ങൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിലെ വലിയ ഒരു ശതമാനം വിഭാഗമാണ്. ജനസംഖ്യ അനുപാതം കണക്കാക്കുമ്പോൾ അവർക്ക് ആകപ്പാടെ 8% മാത്രമാണ് കിട്ടുന്നത്. വെറും 2% മാത്രമാണ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിന് കിട്ടുന്നത്. ഈ സമൂഹത്തിലെ ഏറ്റവും പരിതസ്ഥിതി അനുഭവിക്കുന്നവരും സാമൂഹികമായിട്ട് ഉന്നതിയിലേക്ക് വരണമെന്ന് ഭരണഘടന ആഗ്രഹിക്കുന്നവരുമാണ് അവർക്കിത് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ? ഈ മതസമൂഹങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ജാതി, വർണ്ണ, വർഗ സമൂഹത്തിൽപ്പെട്ടവരൊക്കെ
ഈ നാട് വിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ജോലിയിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതിന് കാരണം ഈ ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു സമീപനം ഓക്കെ ഓക്കെ ഗവൺമെന്റുകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശകളോടുകൂടി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. യെസ് യെസ് അപ്പോൾ അത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് ബിസിനസ്സിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, ഓക്കെ നമ്മളുടെ സർക്കാർ ജോലി മേഖലകളിൽ ഈ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു ഓക്കെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. യെസ് ഈ വളരെ അടുത്ത പെട്ടെന്ന് കാലത്ത് ഇപ്പൊ പറയാണ് ഈ പിൻവാതിൽ നിയമനം ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വശത്ത് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടാകാം, പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടും പല വിഭാഗങ്ങളും ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ പിൻവാതിൽ നിയമനം PSC പരീക്ഷകളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ PSC പോലെയുള്ള സർക്കാർ സർവീസുകളിലേക്ക് എല്ലാവരെയും ആകർഷിക്കാതിരിക്കാനുള്ള ഒരു ശ്രമവും കൂടി ഇതിന്റെ ഭാഗത്ത് അജണ്ടയായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. യെസ് വളരെ വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ ഫാദർ സെബിൻ പങ്കുവച്ചു. തീർച്ചയായിട്ടും നാം ഈ ചർച്ചയിൽ ഉടനീളം പങ്കുവച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശ ശ്രമങ്ങൾ അത് നിശബ്ദമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട്, നമുക്ക് സമയം പരിമിതി ഉണ്ട്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞാനിന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റോണിയിലേക്ക് പോവുകയാണ്. ശ്രീ റോണി, പലപ്പോഴും ഇത്തരം അധിനിവേശ ശ്രമങ്ങൾ നടക്കുമ്പോൾ പല തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും വ്യാഖ്യാനിക്കുന്ന ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഈ ചർച്ചകൾ നടക്കുന്നു, പ്രസ്താവനകൾ നടക്കുന്നു, അതൊക്കെ നല്ല കാര്യം, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക്, നേരത്തെ അമൽ സൂചിപ്പിച്ച ഈശോയുടെ ചിത്രം ആ മോർഫി ചെയ്ത ആ ഒരു സംഭവത്തിൽ സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് എത്തരത്തിലുള്ള ഒരു നിയമ പോരാട്ടം അതിനെതിരെ നടത്താൻ സാധിച്ചു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള പല അവഹേളനങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രസ്താവനയിലൂടെയോ അല്ലെങ്കിൽ ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെയോ ഒതുങ്ങുന്നു. അതിനപ്പുറത്തേക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുമ്പോൾ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം, അത്തരം ആശയങ്ങളിലേക്കൊക്കെ നാം കടക്കേണ്ടതില്ല, പ്രത്യേകിച്ച് സുശക്തമായിട്ടുള്ള ഒരു സംവിധാനം സഭയ്ക്കുള്ളപ്പോൾ. വളരെ പെട്ടെന്ന് ശ്രീ റോണി. സഭയ്ക്ക് സുശക്തമായ സംവിധാനമുണ്ട്, സഭ അതിന് പിന്തുണ നൽകും. പക്ഷെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം. പക്ഷെ പരാതിയുമായിട്ട് ആരാണ് ഇത്തരം പരാതികളുമായിട്ട് മുന്നോട്ട് പോകുക? ഈ ഒരു ചില വിഭാഗങ്ങളുടെ അജണ്ടക്കെതിരെ നിയമപരമായ നടപടികളുമായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് പോയാൽ ആ വ്യക്തിയുടെ ജീവന് തന്നെ അപകടമാകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സഭ ഒരു KCYM-ന് വേണമെങ്കിൽ പരാതി കൊടുക്കാം. അത് പ്രസ്ഥാനങ്ങൾക്ക് പരാതികൾ കൊടുക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം സഭയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും സഭ എങ്കിൽ പോലും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നിയമത്തെ പോലും കയ്യിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ അറിയാം. കാരണം ഈ ചില അനധികൃതമായ ആരാധനാലയങ്ങൾക്കെതിരെയൊക്കെ പരാതി കൊടുത്തിട്ട് ആ പരാതിക്കാരനെ രാത്രിക്ക് രാത്രി കയ്യേറ്റം ചെയ്ത് കൊല്ലാക്കൊല ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ആ പരാതിക്കാരൻ അവന്റെ ജീവനെ ഓർത്തിട്ട് ആ പരാതി പിൻവലിക്കുന്ന സ്ഥിതി. അപ്പൊ ഇതൊന്നും ആരാണ് ടേക്കപ്പ് ചെയ്യേണ്ടത്? രാഷ്ട്രീയ കക്ഷികൾ, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവർ, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നവര്, പോലീസ്, ഇവർക്കൊക്കെ എന്താ സ്വമേധയാ ഇത്തരം വിഷയങ്ങൾ കേസെടുക്കുന്ന സാഹചര്യം ഇല്ലാത്തത്? ചില വിഷയങ്ങളിൽ മാത്രം സ്വമേധയാ കോടതി സ്വമേധയാ കേസെടുക്കുന്നു, ചില വിഷയങ്ങളിൽ മാത്രം കേസെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഒരു അധിനിവേശം, ഒരു പ്രത്യേക സമുദായത്തിന്റെ അവരുടെ സ്ട്രാറ്റജിയുടെ അധിനിവേശം, അവർ കൃത്യമായ അജണ്ടകൾ മുന്നിട്ടുകൊണ്ട് അത് അധിനിവേശം നടത്തുമ്പോൾ അതിന് കേരളത്തിലെ ഭരണ സംവിധാനങ്ങളും ഒത്താശ ചെയ്യുന്ന സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഞാൻ സമയപരിമിതിയിലും ഇടപെടുകയാണ്. അമൽ, അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രത്യേകിച്ച് 80-20 വിഷയത്തിലൊക്കെ അങ്ങ് ഒരു നിയമപോരാട്ടം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള ആ ഒരു പോക്ക് എത്രത്തോളം ഒരു ശോഭനമാണ്? വളരെ പെട്ടെന്ന് അമൽ. മുന്നോട്ടുള്ള പോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയാസ്പദമാണ്. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ പറയുകയുണ്ടായി, നമ്മളൊരു കേസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസിന് പോകുന്ന വ്യക്തിയെ ചിലപ്പം അവിടെ കൊല ചെയ്യപ്പെടാനായിട്ടോ അല്ലെങ്കിൽ ആക്രമിക്കാനായിട്ടോ ഒക്കെ അവിടെ കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ട് എന്നവിടെ തെളിച്ചു പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ എങ്ങനെയായിരിക്കും? കാര്യം ഒരു കേസിന് പോകാനായിട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനോ ഭയക്കുന്ന രീതിയിലേക്ക് സഭയും സഭയുടെ സംവിധാനങ്ങളും സഭയിലെ അൽമായരും സഭയിലെ വൈദികരും സഭയിലെ സന്യസ്തരും മാറുന്നുണ്ടെങ്കിൽ വരുന്ന ആളുകളിലെ അപകടം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാര്യം ഇപ്പോഴേ അപകടത്തിലാണ് സഭ അല്ലെങ്കിൽ സഭാ സംവിധാനം എന്ന് വിളിച്ചു പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഭാഗത്തുനിന്നും സഭയുടെ ഭാഗത്തുനിന്നും സഭാ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും അടിയന്തരമായിട്ട് ഒരു ഊർജം ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഊർജം ഉണ്ടായില്ലെങ്കിൽ
തീർച്ചയായും ഇനിയുള്ള കാലം ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് വലിയ പ്രതിസന്ധി ആയിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് അവസാനം പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഉണരുക, ഉണർന്ന് പ്രവർത്തിക്കുക, ഇത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാൻ സാധിക്കുക. വളരെ വ്യക്തമാണ്. തീർച്ചയായും ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമല്ല ഒരു കാര്യം ഒന്ന് പറഞ്ഞു ആഗ്രഹിക്കുകയാണ്. ഇവിടെ മാത്രമല്ല അമലെ, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്നാ പിന്നെ പുറത്തേക്ക് പോയേക്കാന്ന് വിചാരിക്കും. ഇവിടത്തേക്കാൾ അപകടകരമാണ് യൂറോപ്പിലെ അമേരിക്കയിലെ സ്ഥിതി എന്നുള്ളത് നമ്മൾ വാർത്തകളിൽ കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ നമ്മളുടെ തനിമയും നമ്മളുടെ സ്വത്വബോധത്തെയും നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ നിന്നുകൊണ്ട് പോരാടാൻ തയ്യാറാവുകയാണ് ക്രൈസ്തവ സമൂഹം ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശ ശ്രമങ്ങൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും, അത് ക്രൈസ്തവരും ഹൈന്ദവരും ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിലെ നല്ലവരായിട്ടുള്ള വ്യക്തികളും ജാഗ്രത പുലർത്തേണ്ട, അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സെബിൻ, ഒപ്പം തന്നെ ശ്രീ റോണി, ശ്രീ അമൽ, 3 പേർക്കും നന്ദി.